ഹായ് ഓൾ, നമുക്ക് പെട്ടെന്നൊരു എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വെള്ളം തിളച്ച് വന്നാൽ അതിലേക്ക് അരമുറി നാരങ്ങാ നീരും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് ബസ്മതി അരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അധികം വെന്ത് പോകാതെ എടുത്താൽ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കുക. ചൂടാക്കിയ എണ്ണയിലേക്ക് ഒന്ന് മുട്ടയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് തീ കുറച്ച് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇത് ചിക്കി പൊരിക്കുന്ന കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ടയുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് കൂടത്തിൽ തന്നെ ഒരു വലിയ സവാളയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകേണ്ട കാര്യമില്ല. ആ ഒരു പച്ചമണം ഒന്ന് മാത്രം മാറിയാൽ മതി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ആ വൈറ്റ് പോർഷനും കൂടി ഒന്ന് ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകാതെ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു പച്ചമണം ഒന്ന് മാറിയാലാണ് നമുക്ക് ആ ഫ്രൈഡ് റൈസിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം കൂടി ഒത്തിരി അങ്ങോട്ട് വെന്ത് പോയാൽ നമ്മുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന 2 വലിയ ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, ഇത്രയുമാണ് ചേർത്തേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോളിഫ്ലവർ, ഗ്രീൻ പീസും ഒക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കത്തിനൊക്കെ കുറച്ച് വേവ് കുറവ് മതിയായതുകൊണ്ട് നമുക്കിത് രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ഏകദേശം പച്ചമണം മാറിയാൽ ഇതിലേക്ക് കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ സോസും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് തീ കൂട്ടി വെച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. സമയത്ത് ഇതിൻ്റെ ഉപ്പിൻ്റെയും സോസിൻ്റെയൊക്കെ അളവൊന്ന് നോക്കിയ ശേഷം നമുക്കിന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ മസാല റെഡിയാണ്. ഇനി ഇത് തുറന്ന് ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് ഒരു മയത്തിൽ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് വല്ലാതെ അങ്ങ് മുറിഞ്ഞു പോകും. ഇത് തൊട്ട് നന്ന് തീ കൂട്ടി വെച്ചൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ആ ചിക്കി പൊരിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് ഇളക്കാവുന്നതാണ്. ഇത് ഇളക്കിയതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാവുന്നതാണ്. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പോർഷനും കൂടെ ചേർത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി.